അനേകം ഗുരുക്കന്മാരിൽ നിന്ന് അവധൂതൻ പഠിച്ചതായ പാഠങ്ങൾ അദ്ദേഹം യദുമഹാരാജാവിന് വർണ്ണിച്ചു കൊടുക്കുന്നത് തുടരുകയാണ്. ഒരു കൊച്ചുകുട്ടി അഥവാ ബാലകൻ എന്ന ഗുരുനാഥനിൽ നിന്ന് താൻ പഠിച്ച പാഠങ്ങളെയാണ് പിന്നീട് ദത്താത്രേയ മഹർഷി എന്ന അവധൂതൻ എൻ്റെ പൂർവികനായ യദുമഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് ഉദ്ധവ എന്ന് ഭഗവാൻ വർണ്ണിക്കണു. 24 ഗുരുക്കന്മാരുള്ളതിൽ ഇനി പറയണത് ബാലകൻ എന്ന കുട്ടിയിൽ നിന്നാണ്. നമേ മാനാവമാനോസ്തോ ന ചിന്ത ഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരതി ബിജരാമീഹ ബാലവത്. ഇതാണ് എൻ്റെ ആനന്ദത്തിന് കാരണം, എൻ്റെ സുഖത്തിന് കാരണം. അന്യരിൽ നിന്ന് സിദ്ധിക്കാവുന്ന മാനവും അപമാനവും എനിക്കില്ല. മാനാവമാനങ്ങളെന്ന ദ്വന്ദ്വങ്ങളില്ല. ആ ദ്വന്ദ്വങ്ങൾക്ക് അതീതനാണ് ഒരു കൊച്ചുകുട്ടി. മാനാപമാനങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ എനിക്കില്ല. മാനം കൊണ്ട് സുഖമോ അപമാനം കൊണ്ട് ദുഃഖമോ രണ്ടും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തന്നെ എനിക്ക് ബാധകമല്ല. അപ്പോൾ കൊച്ചുകുട്ടിയുടെ മനസ്സ് ഒന്നിലും സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാത്തത് കൊണ്ട്, അല്പനേരം കൊണ്ട് എല്ലാം മറക്കുന്നത് കൊണ്ട് നിഷ്കളങ്കമായ മനസ്സാണ് കൊച്ചുകുട്ടിക്ക്. വീടും കുട്ടികളും പത്നിയും തുടങ്ങിയിട്ടുള്ള സാധാരണ സംസാരികൾക്കുണ്ടാകുന്ന ചിന്തകളോ ക്ലേശങ്ങളോ ഭയങ്ങളോ ആകാംക്ഷകളോ ഒന്നും എനിക്കില്ല. ആത്മാവിൽ തന്നെ കളിയും ആനന്ദവും പ്രകാശിപ്പിച്ചുകൊണ്ട് മാനാവമാനങ്ങളില്ലാത്ത കുട്ടിയെപ്പോലെ ഞാൻ ഈ ലോകത്തിൽ സഞ്ചരിക്കണോ രാജാവേ എന്ന് അവധൂതൻ പറയുകയാണ്. എൻ്റെ വിനോദസ്ഥാനവും ആനന്ദസ്ഥാനവും ആത്മാവ് തന്നെയാണ്. എനിക്ക് ആത്മവിചാരം മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചുകുട്ടിക്ക് കളിക്കാൻ ആരും വേണ്ട, അവൻ തന്നെത്താനെ ഇരുന്ന് കളിച്ചോളും. അവന് കളിക്കോപ്പുകൾ തന്നെ വേണം എന്നില്ല. കൈകൊണ്ടുള്ള പല ആംഗ്യങ്ങളിലൂടെ അവൻ്റെ മനോവിചാരങ്ങളിലൂടെ അത് പ്രവൃത്തിപഥത്തിൽ അവൻ കൊണ്ടുവന്ന് സാങ്കല്പികമായിട്ട് അവൻ കളിക്കും. ഒരു കൂട്ടുകാരനുണ്ട് എന്ന സങ്കല്പത്തിൽ, കളിപ്പാട്ടങ്ങളുണ്ട് എന്ന സങ്കല്പത്തിൽ തന്നെ തന്നെ സംസാരിക്കും, തന്നെ തന്നെ കളിക്കും. അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് ഏകത എന്ന പാഠവും ഞാൻ പഠിച്ചു. ആത്മാരാമനായിട്ടിരിക്കണം, ഏകനായിട്ടിരിക്കണം, മാനാവമാനങ്ങളില്ലാത്തവനായിരിക്കണം, നിഷ്കളങ്കനായിരിക്കണം, മനസ്സ് ശാന്തമായിരിക്കണം, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. സാധാരണ ഗൃഹസ്ഥരാകുമ്പോൾ അനേകം ക്ലേശങ്ങളുണ്ട്. ഭോഗേ രോഗഭയം, കുലേച്യുതിഭയം, വിത്തേ നൃപാലാൽ ഭയം തുടങ്ങിയിട്ടുള്ള അനേക ഭയങ്ങളുണ്ട് എന്ന് ഭർതൃഹരി പറഞ്ഞതുപോലെ. എന്നാൽ ഒരു കൊച്ചുകുട്ടിക്ക് ഈ വക യാതൊരു ഭയങ്ങളില്ല. ആ ഭയത്തിന്, ആകാംക്ഷയ്ക്ക്, ഉത്കണ്ഠയ്ക്ക് ഇന്നത്തെ കലിയുഗ മനുഷ്യർ ഓമന പേരിട്ട് വിളിക്കുന്നത് ടെൻഷൻ. ആ ടെൻഷൻ എന്ന സാധനം കൊച്ചുകുട്ടിക്കില്ല. നിഷ്കളങ്കൻ ആയിട്ടുള്ളവന് അവൻ എപ്പോഴും ആനന്ദം മാത്രമാണ്. അപ്പൊ ഈ വക ക്ലേശങ്ങൾ, മാനാപമാനങ്ങളില്ല, അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. ഒരു കൊച്ചുകുട്ടിയോട് തിന്നാനുള്ള നെയ്യപ്പം വേണോ മനസമാധാനം വേണോ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയം കൂടാതെ അവൻ പറയും അവന് നെയ്യപ്പം മതിയെന്ന്. കാരണം മനസ്സമാധാനമില്ലായ്മ എന്നത് എന്താണെന്ന് അവൻ അറിയണില്ല. ബി ഇന്നസെന്റ്, നിഷ്കളങ്കനായി തീരൂ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. അവൻ്റെ മനസ്സ് ശാന്തമാണ്, നിഷ്കളങ്കാണ്. അവന് മറ്റൊന്നും ചിന്തിക്കാനില്ല. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ പല 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 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണു, ക്ലേശിക്കണു. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്ന് സുഭാഷിതകാരൻ പറഞ്ഞാലും അത് കൂട്ടാക്കില്ല. കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച്, തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, നഷ്ടബോധത്തിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കണു. അങ്ങനെ ആവാമായിരുന്നു, ഇങ്ങനെ ആവാമായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ എന്ന് മനുഷ്യൻ ക്ലേശിക്കണു. കഴിഞ്ഞുപോയ സമയം കഴിഞ്ഞുപോയി, തൻ്റെ കയ്യിലല്ല, പിടികിട്ടണില്ല. അതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കഷ്ടമിനി എത്ര പൊട്ടിക്കരയിലും കിട്ടില്ല കിട്ടില്ല പോയ നാളുകൾ എന്ന് സജ്ജനങ്ങൾ പാടിയാലും ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തിനെ കുറിച്ച് ദുഃഖിക്കുക എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ഉള്ള ഒരു സ്വഭാവമാണ്. അങ്ങനെ ആവാമായിരുന്നു, ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ആനന്ദം ലഭിച്ചേനെ. പക്ഷെ ചെയ്യാൻ പറ്റുമോ? സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കണില്ല. സമയം കടന്നു പോണു. നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടണില്ല. എന്നാൽ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയാൽ ഭാവിയിലെ സമയവും നമ്മുടെ കയ്യിലല്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല.
അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നറിയില്ല. അടുത്ത ശ്വാസം എടുക്കുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത നിമിഷം ഹൃദയം സ്പന്ദിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യനു ശരീരബന്ധം. നീർപ്പോള പൊട്ടണ സമയേ വേണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് ആകാംക്ഷയായി, ഇനി എനിക്ക് എത്ര കാലം ആയുസ്സുണ്ട്, എനിക്ക് എന്തെല്ലാം നേടാൻ സാധിക്കും, അത് സാധിക്കുമോ, ഇത് സാധിക്കുമോ, അങ്ങനെയാകുമോ, ഇങ്ങനെയാകുമോ, ഭാര്യയുടെ ഗതി എന്താവും, ഭർത്താവിന്റെ ഗതി എന്താവും, മക്കളുടെ ഗതി എന്താവും, ഗൃഹത്തിന്റെ ഗതി എന്താവും എന്നെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വരെ നമ്മൾ ചിന്തിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കണു, അല്ലെങ്കിൽ ക്ലേശിക്കണു. അപ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ദുഃഖം, വരാനിരിക്കുന്ന കാലത്തിനെക്കുറിച്ച് ആകാംക്ഷ. എന്നാൽ ഇത് രണ്ടും ഒരു കൊച്ചുകുട്ടിക്കില്ല. അവന് തൽക്കാലത്തെ കാര്യം അപ്പോൾ ഉള്ള ആ ആഹ്ലാദചിത്തനായിട്ട് അവൻ കഴിയണു. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അവൻ ചിന്തിക്കണില്ല, വരാനുള്ളതിനെക്കുറിച്ച് അവൻ ഉത്കണ്ഠപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, ഏകനായിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ മനസമാധാനത്തോടെ, ഹൃദയ നൈർമല്യത്തോടെ, മനഃശുദ്ധിയോടെ, സമരസതയോടെ, ആനന്ദത്തോടെ അവൻ ജീവിക്കണം. അപ്പൊ ആ കൊച്ചുകുട്ടിയിൽ നിന്ന് ഞാൻ അനേക കാര്യങ്ങൾ പഠിച്ചു. മാനാപമാനങ്ങൾ ഉപേക്ഷിക്കൂ. മാനാപമാനങ്ങളെന്ന, സുഖദുഃഖങ്ങളെന്ന, ശത്രുമിത്രത്വങ്ങളെന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതമായി തീരൂ. ഇങ്ങനെ ആ ബാലനിൽ നിന്ന് ഞാൻ പഠിച്ചത്, നിഷ്കളങ്കനായി തീരൂ, മറ്റൊന്നും കൂടുതൽ ചിന്തിക്കാണ്ടിരിക്കൂ. ആശകളാണ് പരമമായ ദുഃഖം. ചിന്തകൾ വർദ്ധിക്കും തോറും ദുഃഖമുണ്ടാവും. ആശാഹ്യ പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം എന്ന് പിങ്കള പറഞ്ഞത് തന്നെ ഈ ബാലകനിൽ നിന്നും പഠിച്ചു എന്ന് പറയണു. രണ്ടുപേർക്ക് മാത്രമേ വിചാരമില്ലാത്തതുള്ളൂ, ചിന്തകളില്ല. ബാലകന് കൂടുതലായിട്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ അവൻ ചിന്തിക്കണില്ല. അവൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണില്ല. ഒരു കളിപ്പാട്ടമുണ്ടെങ്കിൽ അതിലും ഒഴുകണു. അങ്ങനെ ലോകത്തില് രണ്ടുപേര് മാത്രമാണ് രാജാവെ പരമാനന്ദത്തില് നിമഗ്നരായവര്. ഒരാള് കളിയിൽ ആസക്തനായ, അറിവില്ലാത്തവനായ ഒരു ബാലൻ, ഒന്നിനെക്കുറിച്ചും ബോധവാനാവാത്ത, ഒന്നിനെക്കുറിച്ചും അറിയാത്ത, നിഷ്കളങ്കനായ, കളിയിൽ മുഴുകിയിരിക്കുന്ന ഒരു ബാലൻ. രണ്ടാമത്തെ ആള് ത്രിഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും അതിക്രമിച്ച് ജഗന്നിയന്താവായിരിക്കുന്ന പരമാത്മാവിനെ, സർവേശ്വരനെ അറിഞ്ഞ ജ്ഞാനി. ഇങ്ങനെ ബാലകനും യോഗിയുമാണ് ആനന്ദ പീയൂഷാപ്ലാവിതോഹം എന്ന രീതിയിൽ ആനന്ദ സമുദ്രത്തിൽ ഗായന്ത ആമന്ദ സമുദ്രമഗ്ന എന്ന ഭാഗവതത്തിൽ കാണുന്നത് പോലെ ആനന്ദസാഗരത്തിൽ മുങ്ങിയവർ രണ്ടുപേരുമാണ്. ദുഃഖം എന്തെന്ന്, ക്ലേശം എന്തെന്ന് അറിയാതെ സമരസതയിൽ വർത്തിക്കുന്ന രണ്ടുപേര്, ഒന്ന് ബാലനും മറ്റൊന്ന് യോഗിയുമാണ്. അങ്ങനെ ഒരു കുട്ടിയും, കൊച്ചുകുട്ടിയും എൻ്റെ ഗുരുവാണ് രാജാവേ. ബാഹ്യചിന്തയില്ലാതെയും ഒന്നിൽ സ്ഥിരമായിട്ട് ആസക്തിയില്ലാതെയും ഇരിക്കുക എന്ന വസ്തുത കാണിക്കാനാണ് ബാലകന്റെ ഉപമ. വിവേകപൂർവം ജ്ഞാനം കൊണ്ട് പ്രാപഞ്ചിക വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ വരുമ്പോൾ ഗുണാതീതനായ ഈശ്വരനെ അറിഞ്ഞ് ഭേദബുദ്ധി നശിക്കും. ഗുണകാര്യങ്ങളെല്ലാം ക്ലേശകരമാണ് എന്നറിയുമ്പോൾ ഗുണങ്ങളില്ലാത്ത, ഗുണാതീതനായ, നിർഗുണനായ ഭഗവാനെ ഉപാസിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ പരമാനന്ദം അനുഭവമാവുന്നു. ആനന്ദം എന്ന് പറയുന്നത് ദ്വന്ദ്വങ്ങൾക്ക് അതീതമാണ്. സന്തോഷം സന്താപം എന്നോ, സുഖ ദുഃഖം എന്നോ, ക്ഷയം വൃദ്ധി എന്നോ എല്ലാം പറയുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതമാണ് ആനന്ദം എന്ന അവസ്ഥ. അത് ഒരു യോഗിയും ഒരു ബാലകനുമാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. ഇതുപോലെ ഒരു ബാലകനെ പോലെ ഒരു ജ്ഞാനിക്കും വിഷയചിന്തയ്ക്ക് അവകാശമില്ലാത്തത് കൊണ്ട് അവൻ ആനന്ദത്തിലാവുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് സുഖമോ ദുഃഖമോ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് താൽക്കാലികമാണ്, നൈമിഷികമാണ്, പെട്ടെന്നില്ലാണ്ടാവും. എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചിട്ട് അമ്മ ശകാരിച്ചാൽ തന്നെ, അമ്മ ഒന്ന് ശിക്ഷിച്ചാൽ തന്നെ അമ്മേ എന്ന് വിളിച്ചിട്ടാണ് ആ കുട്ടി കരയുക. മാതൃപീഡിത കുമാരരോദനം മാതയേഹി പരിപാഹി മാം ഇതി. അമ്മ തല്ലിയാലും അമ്മേ എന്ന് വിളിച്ചിട്ടാണ് ആ കൊച്ചുകുട്ടി കരയുക. അമ്മയോട് വൈരാഗ്യമല്ല തോന്നണം, അമ്മേ എന്ന് വിളിച്ചിട്ടാണ് അമ്മ തല്ലിയാലും അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചില്ല. അപ്പോൾ അവന് മനസ്സിൽ ആ കളങ്കമില്ല, മാലിന്യമില്ല, കറയില്ല.
ഇളമാഞ്ചിത്തവും വെള്ളക്കടലാസും സമാനമാം. കുട്ടികളുടെ മനസ്സും വൈറ്റ് പേപ്പറും വെളുത്ത കടലാസും ഒരേപോലെയാണ് എന്ന, വളരെ ശുദ്ധമാണ്, വൃത്തിയാണ്, നിർമ്മലമാണ്. അപ്പൊ അതേപോലെ ശുദ്ധമനസ്കനായി തീരൂ, നിഷ്കളങ്കനായി തീരൂ എന്നാണ് ആ ബാലകനിൽ നിന്ന് പഠിച്ചത്. ബാലൻ എന്ന ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ നിഷ്കളങ്കത, അതുപോലെ അനുസരണ, പിന്നെ എല്ലാം അറിയാനുള്ള താല്പര്യം, സ്നേഹം. അമ്മ തല്ലിയാലും അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടു കൂടി കരയണു അവൻ. പിന്നെ അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നറിയാനുള്ള ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി. ഒരു ജ്ഞാനിയായിരിക്കുന്ന, ഉപാസകനായിരിക്കുന്ന ഒരു യോഗി ആ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയാൻ, ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗങ്ങളെ അറിയാൻ, ശാസ്ത്രവാക്യങ്ങളുടെ തത്വം അറിയാൻ ആകാംക്ഷയുള്ളവനായിരിക്കണം. അതും ബാലകനിൽ നിന്ന് പഠിച്ചു. ചിലപ്പോൾ കൊച്ചുകുട്ടികളുടെ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് അലോസരമുണ്ടാവാറുണ്ട്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. ആചാര്യന്മാർ പറയണു, കൊച്ചുകുട്ടികളെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ആ ചോദ്യങ്ങളുടെ മുന ഒടിക്കരുത്, അവരുടെ ആകാംക്ഷ തല്ലിക്കെടുത്തരുത്. അത് അവർ ജിജ്ഞാസുക്കളാണ്, ലോക തത്വങ്ങളെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസുക്കളാണ്, ജിജ്ഞാസ വാസനയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ ജിജ്ഞാസ തല്ലിക്കെടുത്തരുത്. അപ്പോൾ ഒരു ജിജ്ഞാസുവായി തീരൂ, ജ്ഞാനലബ്ധിക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നവനായി തീരൂ. അതുപോലെ കൊച്ചുകുട്ടികൾ അനുസരണയുള്ളവരാണ്. അച്ഛനമ്മമാര് പറഞ്ഞാൽ നല്ല കുട്ടികൾ അനുസരിക്കണു. ഇതേപോലെ ഒരു ഉപാസകൻ, ഒരു ഭക്തൻ ലോകത്തിലുള്ള ധർമ്മത്തിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇങ്ങനെ അനേകം പാഠങ്ങൾ ഒരു ബാലകനിൽ നിന്ന് ഞാൻ പഠിച്ചു രാജാവേ. നിഷ്കളങ്കത, അനുസരണ, ആകാംക്ഷ, സ്നേഹം, അതുപോലെ തന്നെ ദ്വന്ദ്വാതീതമായ അവസ്ഥ, ക്ലേശരഹിതമായ മനസ്സ് തുടങ്ങിയിട്ടുള്ള പാഠങ്ങളാണ് ഞാൻ ബാലകൻ എന്ന ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത് എന്ന് ആ അവധൂതൻ പറയുന്നു. പിന്നെ പഠിപ്പിച്ചത് കുമാരിയാണ്. കുമാരി എന്ന് പറയുമ്പോൾ കുമാരിയുടെ കങ്കണങ്ങളാണ്, കുമാരിയുടെ വളകൾ. അന്നത്തെ കാലഘട്ടങ്ങളിൽ ശംഖുവളകൾ ഇടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക്. ഒരു വീട്ടിൽ ഒരു കന്യകയുണ്ടായിരുന്നു. അവളുടെ കല്യാണകാര്യത്തിനെ പറ്റി ആലോചിക്കാനായിട്ട് ചില അതിഥികൾ വീട്ടിലേക്ക് കയറി വന്നു. അവളുടെ മാതാപിതാക്കൾ ആ സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് ആ അതിഥികളെ സ്വീകരിക്കാൻ അവൾക്ക് തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു സൽക്കരിക്കാൻ. അവിടെ ഉണ്ടായിരുന്ന ആഹാരപദാർത്ഥങ്ങൾ തീർന്നു. അപ്പോൾ അവിടെ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് നെല്ല് ഇടിച്ച് അവിലുണ്ടാക്കാനായിട്ടാണ് അവൾ ശ്രമിച്ചത്. അങ്ങനെ നെല്ല് കുത്താനായിട്ട് ആരംഭിച്ചപ്പോൾ അവളുടെ കൈകളിലെ ശംഖുവളകൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. 2 കൈയിലും 6 വളകൾ വീതം. അയ്യോ, ഈ വളകളുടെ കിലുക്കം കേട്ട് കഴിഞ്ഞാൽ അതിഥികൾ കേട്ടാലോ? വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ കയറി വന്നാൽ അപ്പോൾ നെല്ലിടിച്ചിട്ട് അവിലുണ്ടാക്കി ഈ അതിഥികളെ സൽക്കരിക്കണം എന്ന് വന്ന ഇത്ര ദാരിദ്ര്യമുള്ള വീട്ടിൽ നിന്ന് എന്തിനാ പെണ്ണന്വേഷിക്കണത്? വിവാഹം വേണ്ട, ആലോചന വേണ്ട എന്ന് പറഞ്ഞ് ആ വന്ന അതിഥികൾ പിണങ്ങിപ്പോയാലോ? തൻ്റെ കൈകളിൽ കിടക്കുന്ന ശംഖുവളകളുടെ ശബ്ദം ദാരിദ്ര്യത്തിന്റെ പ്രതീകമായിട്ട് വരുന്ന അതിഥികൾ കേട്ട് അവര് മടങ്ങിപ്പോവാതിരിക്കാൻ ബുദ്ധിമതിയായിട്ടുള്ള ആ കന്യക തൻ്റെ കൈകളിലുള്ള ഈ 2 വളകൾ ഊരിവെച്ചു. ഇടത് കൈയിലും 4 വള, വലത് കൈയിലും 4 വള. അപ്പോഴും ശബ്ദം. വീണ്ടും ഈ 2 വളകൾ ഊരിവെച്ചു. ഇടത്തെ കൈയിൽ 2 വള, വലത്തെ കൈയിൽ 2 വളകൾ. അപ്പോഴും ശബ്ദം. അവൾക്ക് വല്ലാത്ത ആകാംക്ഷയായി. ഒടുവിൽ ഇടത്തെ കൈയിൽ 1 വള, വലത്തെ കൈയിൽ 1 വള. അങ്ങനെയായിട്ട് നെല്ല് കുത്താൻ തുടങ്ങിയ സമയത്ത് ന അഭവധ്വനി. ഉഭയോരപ്രഭുൽഘോഷോ ഹവഗന്ധ്യ സ്മ ശബ്ദയോ തത്രാപ്യേകം നിരഭിത ഏകസ്മാത് ന അഭവധ്വനി. കയ്യിൽ ഓരോ വള ധരിച്ച സമയത്ത് ശബ്ദമില്ലാതെയായി. അപ്പോൾ അതിഥികൾ അറിയില്ല, തൻ്റെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് അതിഥികൾക്ക് പിടികിട്ടില്ല, അവർ മടങ്ങിപ്പോവില്ല എന്ന ബുദ്ധിമതിയായ കന്യക മനസ്സിലാക്കി. ഇതുപോലെ ഈ കന്യകയുടെ വളകളുടെ ശബ്ദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഹേ രാജാവേ, രാഗാദി ശത്രുക്കളെ ജയിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന
ഒരുവൻ, ഒരു ഉപാസകൻ, ഒരു ഭക്തൻ, ഒരു സാധു ലോകതത്വം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കുമ്പോൾ അവളിൽ നിന്ന്, അവളുടെ ശംഖ് വളകളിൽ നിന്ന് പല കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒന്നാമത്തെ കാര്യം, വാസേ ബഹൂനാം കലഹോ ഭവേദ്വാർത്താദ്വയോരപി ഏക ഏവ ചരേത്തസ്മാത് കുമാര്യ ഇവ കങ്കണ. വാസേ ബഹൂനാം കലഹോ, അധികം ആളുകൾ ഒരുമിച്ച് വസിച്ചാൽ കലഹമുണ്ടാവും. കാരണം ബഹുജനം പലവിധം. ഓരോരുത്തരുടെയും അഭിപ്രായവും അഭിരുചിയും മോഹവും പെരുമാറ്റവും സ്വഭാവവും ബുദ്ധിയും താല്പര്യവും ഒരുപോലെ ആവില്ല. സത്വഗുണമുള്ളവരും രജോ ഗുണമുള്ളവരും തമോ ഗുണമുള്ളവരും ഉണ്ടാവും. അവർ പരസ്പരം പലതരത്തിൽ അഭിപ്രായങ്ങൾ പറയും. ഒടുക്കം വാഗ്വാദങ്ങളാവും. സംവാദമുള്ളത് ഒടുക്കം വിവാദമായി തീരും. അതുകൊണ്ട് അധികം ആൾക്കാർ ഒരുമിച്ച് താമസിച്ചാൽ കലഹം ഉറപ്പാണ്. കാരണം അഭിപ്രായ ഐക്യം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ലോകത്തിലുള്ള ജനങ്ങൾ പല ബുദ്ധിയുള്ളവരായതുകൊണ്ട്, പല വിചാരങ്ങളുള്ളവരായതുകൊണ്ട്, പല താല്പര്യങ്ങളുള്ളവരായതുകൊണ്ട് ഐകകണ്ഠ്യമായിരിക്കുന്ന ഒരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അനേകം പേര് ഒരുമിച്ച് ജീവിച്ചാൽ അതിനിടയിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ കാക്കകളുടെ ഇടയ്ക്ക് അരയന്നം പെട്ടതുപോലെയാവും. അതുകൊണ്ട് ഹേ രാജാവേ, ഏകനായിട്ട് സഞ്ചരിക്കണം. അധികം പേര് ഒരുമിച്ച് താമസിച്ചാൽ അവിടെ കലഹമുണ്ടാവും. അനേകം അഭിപ്രായങ്ങൾ വരും, വാഗ്വാദങ്ങൾ ഉണ്ടാവും. എന്നാൽ രണ്ടുപേര് മാത്രമാണെങ്കിലോ, രണ്ടുപേര് ഒരുമിച്ചിരുന്നാൽ സംഭാഷണാദികൾ കൊണ്ട് മനസ്സിന് അശാന്തി ഉണ്ടാവും. ഒരുവൻ പറയുന്നത് ചിലപ്പോൾ മറ്റവന് ഇഷ്ടപ്പെടില്ല. ശ്രോതാവിനും വക്താവിനും രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അവിടെ ആനന്ദത്തിന് പ്രസക്തിയുള്ളൂ. അത് ഒന്ന് മാത്രമേ ഉള്ളൂ. വാസുദേവ കഥാപ്രശ്ന പുരുഷാൻ ത്രീൻ പുനാദിഹി വക്താരം പൃച്ഛകം ശ്രോതൃം തത്പാദസലിലം യഥാ. ഭഗവാന്റെ കഥകൾക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. ശ്രോതാവിനും വക്താവിനും, ഭഗവത് കഥകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വക്താവിനും, ഭഗവത് കഥകളെ നന്നായിട്ട് പറയാൻ താല്പര്യമുള്ള വക്താവിനും, ഭഗവാനെക്കുറിച്ചും ഭാഗവത്തിനെക്കുറിച്ചും അതീവമായ ആകാംക്ഷയുള്ള ഒരു ശ്രോതാവിന് ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ, ധുന്ധുകാരിയെ പോലെ, വിതുരനെ പോലെ ആ ഭഗവാന്റെ തത്വങ്ങളെ അറിയാനുള്ള അത്രയ്ക്ക് ദാഹമുള്ള താല്പര്യമുള്ള ഒരു ശ്രോതാവിനിടയിലും സൂതനെ പോലെ, മൈത്രേയനെ പോലെ, ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ഓരോരോ മഹത്തത്വങ്ങൾ ശ്രോതാവിൻ്റെ ഉള്ളിലേക്ക് സ്ഥിരപ്രതിഷ്ഠ നേടുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു വക്താവിനും അവർക്കിടയിൽ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ജ്ഞാനാഗ്നിയാണ്. ഗുരുശിഷ്യ സംവാദത്തിൽ എന്നതുപോലെ ശ്രോതാവും വക്താവും തമ്മിലുള്ള സംവാദത്തിലൂടെ അവിടെ ജ്ഞാനാഗ്നി ഉണ്ടാവണു. അത് ഭഗവാന്റെ കഥകൾക്ക് മാത്രമേ ഉള്ളൂ ആ പ്രത്യേകത. മിഥോരതി മിഥത്തുഷ്ടി പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശ മിഥോരതി മിഥത്തുഷ്ടി എന്ന് കണ്ടതുപോലെ ഭഗവാന്റെ കഥകൾ അറിയാൻ താല്പര്യമുള്ള ശ്രോതാവിനും ഭഗവത് കഥകൾ നന്നായിട്ട് കഥാകഥനം ചെയ്യാൻ അറിയാവുന്ന വക്താവിനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതൊഴികെ ബാക്കി എവിടെയാണെങ്കിലും ചിലപ്പോൾ രസമുണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വക്താവ് വളരെ താല്പര്യത്തോട് പറയുന്നത് ശ്രോതാവിന് അലോസരമുണ്ടാക്കും, ബോറടിക്കും. ചിലപ്പോൾ ശ്രോതാവിന് ഇഷ്ടാവും, പക്ഷെ വക്താവ് പറയാൻ തയ്യാറാവില്ല. എന്നാൽ ശ്രോതാവിനും വക്താവിനും ഒരേപോലെ താല്പര്യം ഉണ്ടാകുന്നത് ഭഗവത് കഥകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആയിക്കോളണം എപ്പോഴും എന്നില്ല. അതുകൊണ്ട് ഭവേദ് വാർത്ത ദ്വയോരപി, രണ്ടുപേര് തമ്മിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകളായിരിക്കില്ല ചിലപ്പോൾ പറയാ, സജ്ജനങ്ങളല്ല എന്നുണ്ടെങ്കിൽ ലോകകാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സംഭാഷണങ്ങൾ കൊണ്ട് വാഗ്വാദങ്ങൾ ഉണ്ടാവാം, വിവാദങ്ങൾ ഉണ്ടാവാം. ഒരുവൻ പറയുന്ന അഭിപ്രായം മറ്റവന് സ്വീകാര്യമായി കൊള്ളണം എന്നില്ല. അപ്പൊ സംവാദത്തിൽ തുടങ്ങി അത് വിവാദത്തിലായിട്ട് നിന്ന് അവസാനിക്കും. അപ്പോൾ മനസ്സിന് ശാന്തി ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ടൊരു യോഗി, ഒരു സാധകൻ ആരുടെ വാക്കുകളും കേൾക്കണ്ട, ആരെയും ആശ്രയിക്കണ്ട, ആരുമായിട്ട് സംസാരിക്കാതെ ഏകനായിട്ട് സഞ്ചരിക്കണം ഒരു സാധകൻ, ഒരു യോഗി. കുമാരിയുടെ വളകൾ എന്നെ പഠിപ്പിച്ചത് ന അഭവധ്വനി.
ഏക ഏവ ചരേത് തസ്മാത് ഏക ഏവ ചരേത് ഭിക്ഷു എന്ന് വർണ്ണാശ്രമധർമ്മങ്ങൾ പറഞ്ഞപ്പോൾ യതിധർമ്മങ്ങൾ പറയുമ്പോൾ അവിടെ അനുസ്മരിച്ചതാണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. കാരണം ഒരു യതി ഒറ്റയ്ക്ക് സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും സംസാരിക്കാൻ അടുത്തേക്ക് വരും. മറ്റുള്ളവരുമായിട്ട് സംസർഗത്തിൽപ്പെട്ടാൽ സംസാരിക്കാൻ വരുമ്പോൾ അതിന് ചെവി കൊടുക്കേണ്ടി വരും. കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ സംവാദമുണ്ടാവും, ചിലപ്പോൾ വിവാദമുണ്ടാവും, ചിലപ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും, അത് ബന്ധനമാവും. ഇങ്ങനെ ചെവിയും നാവും തമ്മിൽ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ അത് സംസാര ബന്ധനത്തിന് കാരണമായി തീരും. അതുകൊണ്ട് മത്സ്യം എന്നുള്ള ഗുരുനാഥനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ജിതം സർവം ജിതേരസേ, നാവിനെ ജയിച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചതിന് തുല്യമായി എന്ന്. അതുകൊണ്ടൊരു ഭിക്ഷു ചെവിയെയും നാവിനെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏകനായിട്ട് സഞ്ചരിക്കണം. ഏകനായിട്ട് സഞ്ചരിക്കുന്ന ഒരു ഭിക്ഷുവിൻ്റെ അടുത്തേക്ക് ആരും വരാൻ സാധ്യതയില്ല. മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഏകനായിട്ട് സഞ്ചരിക്കലാണ് ഒരു ഭിക്ഷുവിന് വേണ്ടത്. അപ്പോൾ സംസാരിക്കാൻ കൂടി അവസരമില്ലാത്തത് കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാവണു, അതിന് നിമിത്തം ശാന്തി ഉണ്ടാവണു. ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ് വേണ്ടത് എന്നാണ് ആ കുമാരിയുടെ കങ്കണങ്ങൾ എന്നെ പഠിപ്പിച്ചത്. ഇവിടെ കുമാര്യ ഇവ കങ്കണ. ഒരു ഉപാസകൻ, ഒരു യോഗി, ഒരു സാധു, ഒരു ഭക്തൻ ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്സംഗനായിട്ട് സഞ്ചരിക്കണം. ഒരു യോഗി ഏകനായിരിക്കണം, നിസ്സംഗനായിരിക്കണം. ഇതാണ് ആ കുമാരിയുടെ കങ്കണങ്ങളിൽ നിന്ന് പഠിച്ചത്. അല്ലാത്ത പക്ഷം അധികം ആൾക്കാരുമായിട്ട് ഇടപഴകിയാൽ അവിടെ കലഹമുണ്ടാവും. പിന്നത്തെ ഗുരുനാഥനെ കുറിച്ച് പറയണു, അസ്ത്രമുണ്ടാക്കുന്നവൻ, ഇഷുകാരകൻ. മന ഏകത്ര സംയുജ്യാൽ ജിതശ്വാസോ ജിതാസന വൈരാഗ്യാഭ്യാസയോഗേന ധ്രിയമാണ മതന്ത്രിത. മനസ്സിനെ ഒന്നിൽ തന്നെ നിലനിർത്തണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ആ ഇഷുകാരകനിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയുന്നു. മനസ്സിനെ ഒരേ ഒരു വസ്തുവിൽ സ്ഥിരപ്പെടുത്തണം. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്, മറ്റൊരു ഇന്ദ്രിയത്തിനെക്കുറിച്ചും ബോധവാനാവരുത്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ആമ തോടിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ 4 കാലുകളും തലയും വാലും വലിക്കുന്നത് പോലെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഥാധർ നിത്യസമ്മാനം കുർവൻ ദേഹാദിഭിർമുദ സ്ഥിരാദേന തൽപ്പാനം യത്തൽ ശ്രവണമുച്യതേ എന്നുള്ള രീതിയിൽ ശ്രദ്ധയോടു കൂടിയിട്ട് ഉപാസിക്കണം. മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് എല്ലാ ദ്വന്ദ്വങ്ങൾക്കും അതീതമാക്കിയിട്ട് ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുക. ശ്വാസത്തിനെയും ആസനത്തിനെയും ജയിക്കുന്നത് മനോജയം സിദ്ധിക്കാനുള്ള ഉപായമാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നെല്ലാം അഷ്ടാംഗയോഗത്തിൽ പറയുന്നതായ ആ ശീലങ്ങളെ ആ മനസ്സിനെ എല്ലാ വിഷയങ്ങളും നിരോധിക്കണം. നിരോധസ്ഥ ലോകവേദവ്യാപാരന്യാസ എന്ന് നാരദഭക്തി സൂത്രത്തിലെ ശ്രീനാരദ മഹർഷി പറയും. ലോകവ്യാപാരങ്ങളിൽ നിന്ന്, പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വിടർത്തിയിട്ട് ഭഗവാനില്, ആ ബ്രഹ്മചൈതന്യത്തിൽ ഉറപ്പിച്ചു നിർത്തലാണ് നിരോധം എന്ന് പറയുക. ദശമസ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ നിരോധം എന്നാണ്. ആ നിരോധത്തിലൂടെയേ ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണമായ മുക്തിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് സാരം. ഇങ്ങനെ മനസ്സിനെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് പിൻവലിച്ച് പ്രത്യാഹാരം ചെയ്ത് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ഒരു വസ്തുവിൽ ധാരണ ചെയ്യണം. പിന്നെ ആ ഏകാഗ്രമായിട്ടുള്ള വസ്തുവിൽ നിരന്തരമായിട്ടുള്ള ആ ധാരണയ്ക്കാണ് ധ്യാനം എന്ന് പറയുക. ഇങ്ങനെ ശ്രമിച്ചാലും ചിലപ്പോൾ അല്പസമയം ഇളക്കമില്ലാതിരുന്നാലും
വിഷയവാസന നിമിത്തം മനസ്സ് പിന്നെയും ചലിക്കും. കാരണം ഒരു ശബ്ദം കേൾക്കുക. ശബ്ദം കേൾക്കുമ്പോൾ ചെവി എന്ന ഇന്ദ്രിയം പ്രവർത്തിക്കും. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് കണ്ണ് തുറന്നു നോക്കും. അപ്പോൾ കണ്ണ് സർവേന്ദ്രിയാണ്, നയനം പ്രധാനം. ആ കണ്ണ് അതിലേക്ക് പോവും. ആ സമയത്ത് തനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നാവുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ദ്രിയവൃത്തികളെല്ലാം ആരംഭിക്കാൻ തുടങ്ങും. ധ്യാനത്തിൽ നിന്ന്, ആ ഈശ്വരോപാസനയിൽ നിന്ന് വ്യതിചലിക്കണു. ഇതാണ് ഭരതയോഗീശ്വരന് സംഭവിച്ചത്. പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കണ്ടു. ഒരു മാൻകുട്ടി ഒഴുകി പോകുന്നത് കണ്ടിട്ട് അതിനെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ ആ മാൻകുട്ടിയുള്ള വാത്സല്യ നിമിത്തം പോഷണലാണെല്ലാം പ്രീണനാദികളെല്ലാം ചെയ്ത ആ ഭരതയോഗീശ്വരൻ ഈശ്വരോപാസനയിൽ നിന്ന് വ്യതിചലിച്ചു. തപോഭംഗം സംഭവിച്ചു. തപസ്സിൽ നിന്ന് ച്യുതി സംഭവിച്ചു. അടുത്ത ജന്മം മാൻകുട്ടിയായിട്ട് അധപ്പതിച്ചു. മനുഷ്യനിൽ നിന്ന് മൃഗമായിട്ട് അധപ്പതിച്ചു. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തണം. ഈ സ്വഭാവത്തിനെ ജയിക്കാനായിട്ട് ആലസ്യം തുടങ്ങിയ ദോഷങ്ങളെ തീരെ കളഞ്ഞ് മനസ്സ് ഏകാഗ്രമാക്കി നിലനിർത്താൻ സാധിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ മനസ്സിനെ ഒന്നില് നിർത്തണം എന്ന് പറയാൻ കാരണം മനസ്സിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ലയം, മറ്റൊന്ന് വിക്ഷേപം. രണ്ടും ദോഷങ്ങളാണ്. രണ്ടും നശിച്ചാലേ മനസ്സ് ശുദ്ധമാവുള്ളൂ, സമരസതയിൽ ഉണ്ടാവുള്ളൂ, ശാന്തി പ്രാപിക്കുള്ളൂ. ചലനവും അശുദ്ധിയും ദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയാണ്. കർമ്മവാസനകളാകുന്ന പൊടികളാണ് മനസ്സിന്റെ ചലനത്തിനും അശുദ്ധിക്കും കാരണം. പലതരത്തിലുള്ള കർമ്മവാസനകൾ മനസ്സിനകത്ത് വരുമ്പോൾ കാമക്രോധാദികളായിട്ട് ഷഡ്വർഗ നക്രങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. അത് മനസ്സ് എന്ന സാഗരത്തിനെ പ്രക്ഷുബ്ധമാക്കണു, മലീമസമാക്കണു. അതിനകത്ത് വല്ലാത്ത തിരമാലകൾ, വികാരത്തിന്റെ തിരമാലകളും ചുഴികളും ഉണ്ടാവണു എന്നർത്ഥം. അതുകൊണ്ട് മനസ്സ് ഏതൊന്നിൽ സ്ഥിരപ്പെട്ടാൽ കർമ്മവാസനകൾ നശിക്കുമോ, കർമ്മവാസനകൾ മനസ്സിനെ ബാധിക്കാതിരിക്കുമോ, അവിടെയാണ് മനസ്സിനെ നിർത്തേണ്ടത്. എന്തിനെ ചിന്തിച്ചാൽ മനസ്സിലെ മലിനവാസനകൾ ഇല്ലാതാവും, അതിനെ ചിന്തിക്കുക. അതൊന്നേയുള്ളൂ ഭഗവത് പദം. അതാ നേരത്തെ പറഞ്ഞത്, വാസുദേവ കഥാപ്രശ്ന പുരുഷാൻ ത്രീൻ പുനാതിഹി. ആ ഭഗവാന്റെ കഥകൾ മാത്രമേ ശുദ്ധീകരിക്കണതുള്ളൂ. കാരണം പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാശരത്. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളാകുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ മാഹാത്മ്യങ്ങളാകുന്ന ഭഗവല്ലീലകളാകുന്ന കഥകൾ എന്ന വൈഖരി ശ്രോതാവിന്റെ കർണപുടങ്ങളിലൂടെ പ്രവേശിച്ച് മനസ്സാകുന്ന താമരപ്പൂവിലെത്തുമ്പോൾ മനോമാലിന്യങ്ങളെല്ലാം അകന്ന് ശുദ്ധമായി തീരുന്നു. ഇങ്ങനെ മനോമാലിന്യങ്ങൾ അകലുന്നത് എന്തുകൊണ്ടാണോ അതിനെ ആശ്രയിക്കുക. മനസ്സിനെ ഏതിലൊന്ന് നിർത്തിയാൽ മനസ്സിന് ശാന്തത ലഭിക്കുമോ അത്. സഞ്ചിന്തയൽ ഭഗവതശ്ചരണാരവിന്ദം എന്ന കാവ്യത്തില് ഭഗവാൻ അമ്മയാകുന്ന ദേവഹൂതി ദേവിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ കേശാദിപാദം പാദാദികേശം ഭഗവാന്റെ ആ രൂപത്തിനെ ധ്യാനിക്കുക. ഇങ്ങനെ മനസ്സിന് ശുദ്ധമാക്കുന്ന, മനോമാലിന്യങ്ങളെ ഒഴിവാക്കുന്ന വസ്തുവില് എന്തിനെ ചിന്തിച്ചാലാണോ മനസ്സ് ശുദ്ധമാവുക അതിനെ ചിന്തിക്കണം എന്ന് സാരം. അപ്പൊ ആനന്ദരൂപനായിരിക്കുന്ന ആ ഭഗവാനില് മനസ്സുറക്കും തോറും സത്വഗുണം വർദ്ധിക്കും. ഏതൊരുത്തനും ഏതൊരു മനുഷ്യനും മനസ്സിനകത്ത് 3 ഗുണങ്ങളുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഏകാദശ സ്കന്ധത്തില്, ഏകാദശ അധ്യായത്തില് ഭഗവാൻ ഉദ്ധവനോട് പറയും, ഈ തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും സത്വഗുണം കൊണ്ട് ഇല്ലാണ്ടാക്കണം. ആ സത്വഗുണം എങ്ങനെ ശീലിക്കാം? ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ തന്നെ സ്മരിക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ജപിക്കുക. ഇങ്ങനെയുള്ള സാധനകൾ കൊണ്ട് ആനന്ദരൂപനായിരിക്കുന്ന ഭഗവാനില് മനസ്സുറയ്ക്കും. മനസ്സുറയ്ക്കും തോറും സത്വഗുണം വർദ്ധിക്കും. സത്വഗുണം വർദ്ധിക്കുമ്പോൾ വിക്ഷേപത്തിന് കാരണമായിരിക്കുന്ന
രജോ ഗുണം ഇല്ലാണ്ടാവും, ലയത്തിന് കാരണമാകുന്ന തമോ ഗുണവും ഇല്ലാണ്ടാവും. ഈ രണ്ട് ഗുണങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത് വരെ സത്വഗുണം വർദ്ധിച്ചു വരും. സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. വിറക് കത്തി പൂർണ്ണമായിട്ട് ചാരമായി തീരുന്നത് വരെ അതിൽ പ്രവേശിച്ച അഗ്നി ജ്വലിക്കും. ഒരു വിറകിന് തീ കൊടുത്താൽ അഗ്നി ജ്വലിക്കുന്നത് ആ വിറക് പൂർണ്ണമായിട്ട് കത്തി കരിഞ്ഞ് ചാമ്പലാകുന്നത് വരെ അഗ്നി ജ്വലിക്കും. ചാമ്പലായി കഴിഞ്ഞാൽ അഗ്നി ഇല്ലാതാകുന്നത് പോലെ താനെ ശമിക്കും. വിറക് തീർന്നാൽ അഗ്നി ശമിക്കുന്നത് പോലെ രജസ്സും തമസും മുഴുവൻ നശിച്ചാല് പിന്നെ സത്വഗുണത്തിന്റെ പ്രവൃത്തി തീർന്നു. സത്വഗുണവും ഇല്ലാതായി. അപ്പോൾ മനസ്സ് നിർമ്മലമായി, മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. ആ മനസ്സ് സ്വയം പ്രകാശമായി. മനസ്സിന്റെ ഈ സ്ഥിതിക്ക് സമാധി എന്നാണ് പറയുക. ഇത് സിദ്ധിച്ചാല് നിർവാണായി. ഇതാണ് ബ്രഹ്മാകാരമായിട്ടുള്ള സ്ഥിതി. മനസോവൃത്യശൂന്യസ്യ ബ്രഹ്മാകാരതയാ സ്ഥിതി യാ സംപ്രജ്ഞാതനാമാസൗ സമാധി അഭിധീയതേ. യാതൊരു വ്യാപാരവുമില്ലാതെ നിർമ്മലമായിരിക്കുന്ന, നിശ്ചലമായിരിക്കുന്ന, സ്വച്ഛമായിരിക്കുന്ന മനസ്സിന്റെ ബ്രഹ്മാകാരമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് സമാധി എന്ന് യോഗശാസ്ത്രത്തിൽ പറയാണ്. ഇങ്ങനെ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനില് മനസ്സ് നിൽക്കുമ്പോൾ അകമെന്നോ പുറമേയുള്ള ഭേദഭാവന ഇല്ലാണ്ടായിത്തീരണോ. തദേവമാത്മന്യവരുദ്ധ ചിത്തോ നവേദ കിഞ്ചിൽ ബഹിരന്തരം വാ യഥേഷുകാരോ നൃപതിം വ്രജന്തമിഷോഗതാത്മാ നദർശ്വപാർശ്വേ. ഇങ്ങനെ പരമാത്മസ്വരൂപനായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന ഭഗവാനിലെ മനസ്സ് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അകത്തെന്നും പുറത്തെന്നുമുള്ള ഭേദഭാവന ഇല്ലാണ്ടായിത്തീരണു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല, കേൾക്കണില്ല ഒരു ഉപാസകൻ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഹേ രാജാവേ, അസ്ത്രമുണ്ടാക്കുന്ന ഒരുവൻ, ഇഷുകാരകനാണ് ഏറ്റവും നല്ല ഉദാഹരണം. അതീവ ശ്രദ്ധയോടു കൂടിയിട്ട് ബാണമുണ്ടാക്കിക്കൊണ്ടിരിക്കണു ഒരുത്തൻ. അവന്റെ സമീപത്തിൽ കൂടി വാദ്യഘോഷങ്ങളും ആളുകളും അകമ്പടിയും ചേർന്ന് ഒരു രാജാവിന്റെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. അസ്ത്രമുണ്ടാക്കി കിട്ടാനായിട്ട് ഒരാൾ കാവലിരിക്കുന്നുണ്ടായിരുന്നു. ആ ഘോഷയാത്ര കടന്നു പോയപ്പോൾ ഈ ഇഷുകാരകനോട്, അസ്ത്രമുണ്ടാക്കുന്നവനോട് അടുത്തിരുന്നവൻ ചോദിച്ചു, ഏത് രാജാവിന്റെ ഘോഷയാത്ര കടന്നുപോയത്? അസ്ത്രമുണ്ടാക്കുന്നവൻ ചോദിച്ചു, ഘോഷയാത്രയോ? എവിടെ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അയാൾ അറിഞ്ഞതേയില്ല. അയാളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് അസ്ത്രമുണ്ടാക്കുന്നതിലായിരുന്നു ശ്രദ്ധ. ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട്, നാളെ പ്രഭാതമാവുമ്പോഴേക്കും 100 അസ്ത്രം നല്ല മൂർച്ചയുള്ളത് ഉണ്ടാക്കിക്കൊണ്ട് തന്നില്ലെങ്കിൽ നിന്റെ ശിരസ് ഛേദിക്കും എന്ന രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് അതീവ പ്രാണഭയത്തോടെ, അതീവ ശ്രദ്ധയോടെ പുലരുമ്പോഴേക്കും 100 അസ്ത്രമുണ്ടാക്കുന്ന അത്രയ്ക്ക് ശ്രദ്ധയോടു കൂടിയിട്ട് തൻ്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആ ഇഷുകാരകൻ, അമ്പുണ്ടാക്കുന്നവൻ. അതുകൊണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിഞ്ഞതേയില്ല. ആ ബാണത്തിൻ്റെ മൂർച്ചയുള്ള മുനയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്ന ഒരേ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അടുത്തുപോയ ഘോഷയാത്രയെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞില്ല. ഇതുപോലെ ഭഗവത് പദത്തിൽ ഉറച്ച മനസ്സും അതിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാണരുത് ഒരു ഉപാസകൻ. ഇതാണ് ഞാൻ ഇഷുകാരകനിൽ നിന്ന് പഠിച്ചത്. അത്രയധികം ശ്രദ്ധയുണ്ടാവണം, ഏകാഗ്രമായ മനസ്സ്. അതുപോലെ ദ്വന്ദ്വാതീതനായി തീരുക. ഈ 2 കാര്യങ്ങളാണ് ഇഷുകാരകനിൽ നിന്ന് പഠിച്ചത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അതീവമായ ശ്രദ്ധയുണ്ടാവണം, മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കണം. ആ ഏകാഗ്രമായിട്ടുള്ള മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ഉപാസിക്കണം. മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്. പ്രാപഞ്ചിക വിഷയങ്ങളിൽ ചുറ്റുപാടും നടക്കുന്നതിൽ നിന്ന് അവൻ വിമുക്തനായി തീരണം. തൻ്റെ ചുറ്റുപാടുകളിലും എന്തെല്ലാം നടക്കുന്നുണ്ട് എന്ന് ബോധവാനാവരുത്. അത് അവനെ ആസക്തനാക്കരുത് എന്നർത്ഥം. പ്രകൃതിയിൽ പലതും നടന്നോട്ടെ, പലതും നടന്നാലും
ഈശ്വര ഉപാസനയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അവന്റെ ശ്രദ്ധ മുഴുവൻ ഭഗവാനിൽ തന്നെ ആയിരിക്കണം. അത്രയ്ക്ക് ശ്രദ്ധ വേണം. അതുകൊണ്ട് ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട്, ഭാഗവത മാഹാത്മ്യം പറയുമ്പോൾ ധുന്ധുകാരി ഭാഗവതം കേട്ടതുപോലെ ഓരോ ഉപാസകനും ഭാഗവതം കേൾക്കണം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന രീതിയിലാണ് ധുന്ധുകാരി ഭാഗവതം കേട്ടത്. അതുകൊണ്ട് സാരൂപ്യമുക്തി കിട്ടി ധുന്ധുകാരിക്ക്. ഇതേപോലെ ആ ഭഗവാൻ മനസ്സിൽ പ്രകാശിക്കണം. ഭഗവാന്റെ തൃപ്പാദത്തിൽ മനസ്സ് പൂർണ്ണമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കണം. ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ് മനസ്സ് ചെന്ന് ലയിക്കേണ്ടത്. അത്ര ശ്രദ്ധയുണ്ടാവണം ഇഷുകാരകനെ പോലെ എന്ന് പഠിച്ചു. ഇങ്ങനെ അസ്ത്രമുണ്ടാക്കുന്നവന്റെ ശ്രദ്ധ അമ്പ് മൂർച്ച കൂട്ടുന്നതിൽ തന്നെയായിരുന്നു. അവൻ മറ്റൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ, ഹേ രാജാവേ, ഞാൻ മനസ്സിലാക്കി, മുമുക്ഷുവായിരിക്കുന്ന മുനിക്ക് ഏകാന്ത ശ്രദ്ധ വേണം. അത് ഭഗവാനിലായിരിക്കണം. കർമ്മവാസനകളാകുന്ന പൊടിപടലങ്ങളിൽ നിന്ന് മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കണം. അതിന് സത്വഗുണമാണ് വേണ്ടത് എന്ന് പഠിച്ചു. ഇങ്ങനെ ഏകാഗ്രത ഭഗവത് പാദങ്ങളിൽ വേണം എന്ന് ഇഷുകാരകൽ ഞാൻ പഠിച്ചു. അടുത്ത ഗുരുനാഥനെ പറയണു. അടുത്ത ഗുരുനാഥൻ സർപ്പമാണ് രാജാവേ. സർപ്പം പഠിപ്പിച്ചത് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്നതാണ്. സർപ്പം എന്നത് ജനങ്ങളെ, മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ട് ആരും കാണാത്ത ദിക്കിൽ കൂടിയാണ് സഞ്ചരിക്കുക. ഇതുപോലെ ഒരു യോഗി, ഒരു സാധകൻ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് സഞ്ചരിക്കണം. ഇത് പറയാൻ കാരണം, ജനങ്ങളുടെ ദൃഷ്ടിയിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ശ്രവണം, അതുപോലെ സംസാരം തുടങ്ങിയ വാക്കുകളിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ സംവാദവും വിവാദവും ബന്ധവും ബന്ധനങ്ങളും എല്ലാം ഉണ്ടായിട്ട് യോഗിയുടെ ഏകാഗ്രത നഷ്ടപ്പെടും, തപോഭംഗമുണ്ടാവും, ഈശ്വരോപാസനയ്ക്ക് തടസ്സം വരും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു യോഗി, ഒരു ഭക്തൻ, ഒരു സാധകൻ ഒരു സർപ്പത്തിനെ പോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കണം. ഇതുപോലെ തന്നെ സർപ്പം തനിക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകമായ സ്ഥാനം നിർമ്മിക്കണില്ല. എന്ന് മാത്രമല്ല, ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് ജാഗ്രതയോടുകൂടിയിട്ട് ശ്രദ്ധിച്ചിരിക്കണു. ആ സർപ്പം സഞ്ചരിച്ച സ്ഥാനം തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. ഇനി കണ്ടാൽ തന്നെ വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നറിയാനുള്ള ബാഹ്യലക്ഷണം ചിലപ്പോൾ കണ്ടുവെന്നും വരില്ല. ആ സർപ്പം സഹായത്തിനായിട്ട് ആരെയും ഒരുമിച്ച് കൂട്ടണില്ല, ശബ്ദവും ഉണ്ടാക്കണില്ല. ഒരു യോഗിയും ഇതേപോലെയായിരിക്കണം. ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കണം. സംസാരബന്ധമുണ്ടാവാതെ, ബന്ധനമുണ്ടാവാതെ, സംവാദങ്ങൾ ഉണ്ടാവാതെ, ഇന്ദ്രിയ പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജനസംഘത്തിൽ നിന്ന് മാറി സഞ്ചരിക്കണം. പിന്നെ എപ്പോഴും ജാഗരൂകനായിരിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ജാഗരൂകനാവണം. ആരെങ്കിലും തന്നെ ശല്യപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് സർപ്പം ജാഗരൂകനായിട്ട് ഇരിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കൾ തന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ അതീവ ജാഗരൂകനായിരിക്കണം ഒരു യോഗി. പിന്നെ ഒരു യോഗിയുടെ ബാഹ്യമായ ലക്ഷണങ്ങൾ കണ്ട് ആ യോഗിയുടെ മാഹാത്മ്യത്തിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ളവനായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ഞെളിയാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു സാധകൻ ചെയ്യരുത്. മറ്റുള്ളവരുമായിട്ട് സംഘം ചെയ്യരുത്. ഏകനായിട്ട് തൻ്റെ മാർഗം മറ്റുള്ളവരെ മനസ്സിലാക്കാത്ത വിധത്തിൽ ഗൂഢമായിട്ട് സഞ്ചരിക്കണം സർപ്പത്തിനെ പോലെ. പിന്നെ സർപ്പത്തിൽ നിന്ന് മറ്റൊരു പാഠം കൂടി പഠിച്ചു. ഗൃഹാരംഭോ ഹി ദുഃഖായ വിഫലശ്ചാധ്രുവാത്മന. ഈ ജീവിതം എത്ര കാലം നിലനിൽക്കും എന്ന് നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യനു ശരീരബന്ധം. നീർപ്പോള പൊട്ടുന്ന സമയമേ വേണ്ടു. അപ്പൊ എത്ര കാലം നിലനിൽക്കും എന്നറിയില്ല. അതുകൊണ്ട് ഈ ദേഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു അതിഗംഭീരമായിട്ടുള്ള വീടുണ്ടാക്കുന്നത്
നിഷ്പ്രയോജനമാണ് എന്ന് പറയുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സർപ്പം തന്നെയാണ്. സർപ്പം സ്വയമായിട്ട് കൂടുണ്ടാക്കാറില്ല, ഗൃഹമുണ്ടാക്കാറില്ല. വല്ല പൊത്തുകളിലോ എലിയുടെ മാളങ്ങളിലോ കല്ലിന്റെ ഇടകളിലോ ഇലകളുടെ അടിയിലോ ഒക്കെയാണ് താമസിക്കുക, സ്വന്തമായിട്ട് വീടുണ്ടാക്കാറില്ല. ഇതാണ് ഒരു യോഗി, ഒരു സാധകൻ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഗൃഹസ്ഥന്മാര് 24,000 സ്ക്വയർ ഫീറ്റ് 12 ബെഡ്റൂം ഉള്ളത് സെൻട്രലൈസ്ഡ് AC ആയിട്ട് നിർമ്മിക്കണോ വീടുകൾ. 10-50 കൊല്ലം ജീവിക്കാനുള്ള ആ ചെറിയൊരു അല്പായുസ് മാത്രം. ഭാര്യയും ഭർത്താവും ഉണ്ടാവും, ഒരു പെൺകുട്ടി ഉണ്ടാവും. ആ പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യകാലത്ത് ആ പുരുഷനും പത്നിയും മാത്രം ഉണ്ടാവും. അതിലൊരാൾ മരിച്ചുപോയാൽ ഏകാന്ത തടവുകാരനായി ആ 24,000 സ്ക്വയർ ഫീറ്റ് എന്ന ഭീകരമായിട്ടുള്ള വീടിനകത്ത്. ഭാഗവതം ചോദിക്കണു, എന്തിനാ ഇത്ര ഭീകരമായിട്ടുള്ള കെട്ടിടം പണിയണേ? മനുഷ്യന് ജീവിക്കാവുന്ന വെയിലും മഴയേറ്റ് ശരീരം നശിക്കാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ജീവിക്കൂ. ബി ഹംബിൾ ആൻഡ് സിമ്പിൾ. ലളിതമായിട്ടുള്ള ജീവിതത്തിനെ നയിക്കൂ. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഗൃഹത്തില് ചിലപ്പോൾ കയറിക്കൂടാൻ, പാല് കാച്ചാൻ പോലും ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അതിനകത്ത് കയറി താമസിച്ചാൽ തന്നെ 5-10 കൊല്ലം തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ കുറെ കാലം 10-50 കൊല്ലം ജീവിക്കാന്ന് കരുതിയാൽ തന്നെ ചിലപ്പോൾ ഏകാന്ത തടവുകാരനായിട്ട് മറ്റാരും ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും അതിഭീകരമായിട്ടുള്ള വീടിനകത്ത്. അപ്പൊ സ്വന്തം പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് അല്പകാലത്തെ അല്പശ്ചകാലോ ബഹവശ്ച വിഘ്നാ എന്ന് പറഞ്ഞതുപോലെ ഈ ചെറിയ ഒരു കാലയളവിന് വേണ്ടിയിട്ട് ഇത്രയധികം കോടിക്കണക്കിന് പണം ചെലവാക്കിയിട്ട് പ്രൗഢഗംഭീരമായുള്ള അനേക നിലകളോട് കൂടിയ മണിമാളികകൾ, സൗധങ്ങൾ എന്തിനാ പടുത്തുയർത്തണത്? ഇതാണ് സർപ്പത്തിൽ നിന്ന് പഠിച്ചത്. അപ്പൊ ഇങ്ങനെ ആ ഇത്ര പ്രൗഢഗംഭീരമായിരിക്കുന്ന മണിമകൾ വീടുണ്ടാക്കണ്ട എന്നല്ല ഭാഗവതം പറഞ്ഞത്. അത് ലളിതമാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. ആരാനും അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടണു ഓരോ യോഗി. അമ്പലത്തിന്റെ തിണ്ണയിൽ ഒരു യോഗിയുടെ കഥയാണ് പറയണത്, ഒരു സാധകന്റെ കഥ. നിസ്സംഗനായിട്ട് സഞ്ചരിക്കുന്ന ത്വന്ത് സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മൈ ആവേശമന സമ്യക് സമദൃക് വിചരസ്വഗാം എന്ന സന്യാസധർമ്മത്തിനെ പറയുമ്പോഴാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഒരു ചെറിയ ഭാഗം ഗൃഹസ്ഥനും ബാധകാണ്. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഒരു ഗൃഹം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയണു. ഗൃഹാരംഭോഹി ദുഃഖായ. ഇത് ഗൃഹസ്ഥനും കുറച്ച് ഭാഗം മനസ്സിലാക്കേണ്ടതാണ്. വീടുണ്ടാക്കാൻ ശ്രമിച്ചാൽ എത്ര കഷ്ടപ്പെട്ടാണ് അതിനുള്ള ധനം സമ്പാദിക്കേണ്ടത്. ധനമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും പുത്രന്മാരും ഉണ്ടാകാനുള്ള മാർഗമായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിക്കണം. ഏറ്റവും അവസാനം ആ കെട്ടിടത്തിനകത്ത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ അറിയില്ല. ഇതുകൊണ്ട് ലളിതമായിട്ട് ജീവിക്കൂ. ഒരു യോഗി സ്വന്തമായിട്ട് ഗൃഹമുണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഗൃഹമുണ്ടാക്കരുത്. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ഉണ്ടാക്കുന്ന ഗൃഹം വളരെ ലളിതമായിരിക്കണം എന്നാണ് ആചാര്യന്മാർ ഇതിന്ന് നമ്മളെ പഠിപ്പിച്ചു തരണത്. അപ്പോൾ ഗൃഹാരംഭോഹി ദുഃഖായ എന്ന തത്വവും സർപ്പത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ജീവിക്കൂ. വാസസ്ഥലത്തിനോട് ആസക്തി പാടില്ല എന്ന രീതിയിൽ അതിശക്തമായിട്ടുള്ള ആ പാഠമാണ് ആ സർപ്പത്തിൽ നിന്ന് താൻ പഠിച്ചത് രാജാവേ. ഗൃഹാരംഭോഹി ദുഃഖായ. ഒരു ഗൃഹമുണ്ടാക്കുന്നത് വളരെ ക്ലേശകരാണ്. ആ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എത്ര കാലം നിലനിൽക്കും എന്നും അറിയില്ല. അങ്ങനെയുള്ള ഈ ഗൃഹത്തിനെ ഉണ്ടാക്കാനുള്ള ശ്രമം വളരെ വ്യർത്ഥമാണ് എന്ന് ആ സർപ്പത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. ബി ഹംബിൾ ആൻഡ് സിമ്പിൾ. വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കൂ എന്നാണ് ആ സർപ്പം എന്നെ പഠിപ്പിച്ചത് രാജാവേ എന്ന് പറയുന്നു. ഇങ്ങനെ ആ സർപ്പം എന്ന ഗുരുനാഥനിൽ നിന്ന് താൻ പഠിച്ചതായ കാര്യങ്ങളെ ദത്താത്രേയ മഹർഷി എൻ്റെ പൂർവികനായ അവധൂതനെ പറഞ്ഞുകൊടുത്തു. ഉദ്ധവ എന്ന് ഭഗവാൻ പറയുകയാണ്. ഇനിയുമുണ്ട്
മൂന്ന് ഗുരുക്കന്മാര് ഊർണനാഭി എന്നും വേട്ടാളൻ എന്നും പിന്നെ 25-ാമത്തെ ശരീരം എന്നുള്ള ഗുരുനാഥൻ. അത് നമുക്ക് അടുത്ത പ്രകരണത്തിൽ അനുസ്മരിക്കാം.